നമസ്കാരം. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ഭാഗ്യമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ പീഡന കേസിലൊക്കെ പലതവണ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, ചീമുട്ട ഏറുകൊണ്ടു, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. കാരണം ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. ആ വിധിയിൽ പറയുന്നത് വിവാഹിതയായ ഒരു സ്ത്രീ നൽകുന്ന ബലാത്സംഗ കുറ്റം, അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനക്കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുള്ള ഉയർന്നിരിക്കുന്ന പരാതികളിൽ 2 എണ്ണവും അപ്രസക്തമാകും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത 2 പേരും വിവാഹിതകളാണ്. തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും അതിന് സുപ്രീം കോടതിയുടെ ഈ പരാമർശം വന്ന സ്ഥിതിക്ക്, ഈ ഒരു ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനി അത് നിലനിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിൽ ഭാഗ്യം ചെയ്തയാളാണെന്ന്. അയാളുടെ മറ്റു കാര്യങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഒരു പ്രണയവും മറ്റും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതല്ല ഉണ്ടായത്. അയാൾ ഒരുപാട് സ്ത്രീകളുമായി ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് അയാളോടുള്ള സഹതാപം തരംഗം വർദ്ധിക്കാനാണ് ഉപകരിച്ചത് എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുസമൂഹം, അത് സ്ത്രീകളായാലും കുട്ടികളായാലും ചെറുപ്പക്കാരായാലും ഒക്കെ വലിയൊരു വിഭാഗം ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിലൂടെ അയാളെ തെറിവിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്വകാര്യമായി അവരൊക്കെ രാഹുലിനെ അനുകൂലിക്കുന്നവരാണ്. പരസ്യമായി രാഹുലിനെ അനുകൂലിക്കുന്നവർ കുറവ് എന്നുള്ളതല്ല, അവരൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ് രാഹുലിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ രാഹുലിന് ഈ ഒരു അവസ്ഥയിൽ അയാൾ പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നമുക്ക് ചില സംശയങ്ങളും കൂടി ഇതോടൊപ്പം ഉയരുന്നത്. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഒരു MLA ആയതുകൊണ്ട് അയാളോട് എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് MLA എന്നുള്ള തരത്തിൽ ഒരു ഇടപെടലോ ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുകയല്ല അയാൾ ചെയ്തത്. അയാൾക്കെതിരെ ആരോപണം ഉയർത്തിയിരിക്കുന്നവരും അയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരും എല്ലാം ഒരു കാലത്ത് അയാളുടെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മയായാലും, അതുപോലെ എഴുത്തുകാരി എന്ന് അവകാശപ്പെടുന്ന ഹണി ഭാസ്കരനായിരുന്നാലും, പിന്നെ ഒരു എഴുത്തുകാരി എന്ന് അവകാശപ്പെടുന്ന ഷഹനാസ് ആയിരുന്നാലും ഒക്കെ ഈ രാഹുലിൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾക്ക്, ഒരു കാലത്ത് നമ്മുടെ സുഹൃത്തുക്കളായിരുന്നവർക്ക് ഈ ഒരു വ്യക്തിയോട്, രാഹുലിനോട് ഇത്രയധികം പക തോന്നാനുള്ള കാരണം? അയാൾ ചിലപ്പോൾ പല സ്ത്രീകളുമായും ലൈംഗികമായും ശാരീരികമായും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീ സമൂഹത്തിൻ്റെ മൊത്തം സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രാഹുലിന് ഇങ്ങനെയുള്ള ഒരു പിഴവുകളൊക്കെ ഉണ്ടായാൽ പോലും ഒന്നുകിൽ ഇവർ നിശബ്ദരായിരിക്കും, അല്ലെങ്കിൽ അവർ രാഹുലിനോടൊപ്പം നിൽക്കും. ഇനി രാഹുലിനോടൊപ്പം നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. കാരണം സ്ത്രീകളാണല്ലോ, സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോടൊന്നും ചിലപ്പോൾ ചേർന്ന് നിൽക്കാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയില്ല. ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ വേടനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള സ്ത്രീകളായിരിക്കില്ല എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ നിശബ്ദരായി നിൽക്കേണ്ടതിനു പകരം ഇവരാണ്, ഈ 3 പേരുമാണ് വളരെ ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് പോലും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഷഹനാസാണ്. ഈ ലക്ഷ്മി പത്മയൊക്കെ ഒരു മാന്യത വിട്ട് ഒരു പരിധി കഴിഞ്ഞ് പ്രതികരിക്കുന്നില്ല. അവരൊക്കെ എങ്കിൽ പോലും മറുഭാഗത്ത് നിന്ന് ലക്ഷ്മി പത്മയൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ രാഹുലിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ലക്ഷ്മി പത്മയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. ഏതൊരു ചടങ്ങിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രാഹുലിനോട് വളരെ സൗഹൃദത്തോടുകൂടി അവർ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുലും ലക്ഷ്മി പത്മയും തമ്മിൽ ഒരു കാലത്ത് വളരെയധികം സൗഹൃദത്തിൽ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. ഇനി ഹണി ഭാസ്കരൻ്റെ കാര്യം എനിക്കറിയില്ല. ഇടതുപക്ഷ സഹയാത്രികയായതുകൊണ്ട് തന്നെ അവരുമായി രാഹുലിനുള്ള ബന്ധമൊന്നും എനിക്കറിയില്ല. പക്ഷേ പലതവണ ഹണി ഭാസ്കരൻ ജോലി ചെയ്യുന്ന ഈ ദുബായിൽ അവർ പോയിട്ടുണ്ട്. അവരെ അവിടെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മോശമായി പെരുമാറി എന്നാണ്, മെസ്സേജ് അയച്ചു എന്നാണ് ഈ ഹണി ഭാസ്കരനും പറയുന്നത്. അതുപോലെ തന്നെയാണ് ഷഹനാസിന് ഒരിക്കലും ഇത്തരത്തിൽ ഒരു പക തോന്നേണ്ട ആവശ്യം, തന്നോട് മോശമായി പെരുമാറി. എന്താണ് മോശമായി പെരുമാറിയത്? ഡൽഹിയിലേക്ക് നമുക്ക് കർഷക സമരത്തിന് ഒരുമിച്ച് പോകാമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് രാഹുലിനോടുള്ള പകയ്ക്ക് കാരണമായി ഷഹനാസ് പറയുന്ന വാദം. പക്ഷേ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അത്തരം ഒരു പരാമർശം ഉണ്ടായാൽ കൂടി ഒരുപക്ഷെ അതിനും 1-2 പടികൾ കടന്ന് ഒരു പെരുമാറ്റം രാഹുലിൽ നിന്നുണ്ടായാൽ പോലും ഒരിക്കലും ഒരു സ്ത്രീക്കും അത്തരത്തിലൊരു വൈരാഗ്യം രാഹുലിനോട് തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ പൊതുസമൂഹം ഇപ്പോൾ പറയുന്നത്, ഈ പറയുന്നവർക്കെല്ലാം ഇതിൽ കവിഞ്ഞ് മറ്റെന്തോ
ഒരു പക രാഹുലിനോടുണ്ട് എന്നുള്ളതാണ്. ആ രാഹുലിനോട് ഉണ്ട് എന്ന് അങ്ങനെ ഒരു പക തോന്നണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടായിരിക്കും. അത് പലരും പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്തായാലും എനിക്ക് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. നിരവധി പീഡനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇടതുപക്ഷ സഹയാത്രികനായ PTK മുഹമ്മദ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച പരാതി ഉയർന്നു വന്നത് രാഹുലിനുമായി പരാതി ഉയർന്നു വന്ന ഈ സാഹചര്യത്തിലാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പീഡന പരാതി ഉയർന്നു വന്നിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. മുകേഷ് ആയിരുന്നാലും ഒക്കെ ഇത്തരത്തിലുള്ള പരാതി ഉയർന്നു വന്ന വ്യക്തികളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴൊക്കെ അപ്പോഴൊന്നും പ്രതികരിക്കാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ രോഷാകുലരാകാത്ത ഈ ഹണി ഭാസ്കരനും ലക്ഷ്മി പത്മയും ഷഹനാസും ഒക്കെ എന്താണ് ഈ രാഹുലിൻ്റെ വിഷയത്തിൽ മാത്രം ഇത്രയധികം രോഷം കൊള്ളുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയരുന്ന ഒരു സംശയം. രാഹുലിന് ഷഹനാസിനോട് ഇത്തരത്തിലൊരു പകയുണ്ടാകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകുമല്ലോ. വെറുതെ ഒരാളിങ്ങനെ ഒരു സംസാരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നൊക്കെ കരുതി ഷഹനാസിന് അത്തരത്തിലൊരു പരാതി, ഒരു രോഷം അല്ലെങ്കിൽ പക രാഹുൽ മാങ്കൂട്ടത്തിനോട് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഷഹനാസിനോടൊക്കെ പൊതുസമൂഹത്തിനോടുള്ള ഒരു സമീപനം എന്താണെന്നുള്ള കാര്യം അവരുടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും അവരുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ ലക്ഷ്മി പത്മ ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവർ നിശബ്ദത പാലിക്കേണ്ട ഒരു മാന്യതയെങ്കിലും അവർ കാണിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ കാണിക്കാതിരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ പകയ്ക്ക് കാരണമായ രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഹണി ഭാസ്കറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ സഹയാത്രികയായതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രതിപാദിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ അനുകൂല സാഹചര്യം രാഹുലിന് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇനി ജാഗ്രത പാലിക്കേണ്ടത് രാഹുലാണ്. തെറ്റുതിരുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരാരുമില്ലല്ലോ, എല്ലാ മനുഷ്യരും. കാരണം ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി പോലും ലൈംഗികാരോപണം ഉന്നയിച്ച ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇരിക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്പര സമ്മതത്തോടെ പല സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അത് അയാളുടെ ഒരു നിലവാരം അതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതാരും നല്ലവരൊന്നുമല്ല. എല്ലാവരും പ്രണയവും ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും 99.9% മനുഷ്യർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. അതിനൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് തന്നെയായിരുന്നു. ഇനി അയാൾ പൊതുരംഗത്തേക്ക് തിരിച്ചു വന്നാൽ പോലും ഒരു ജാഗ്രത കാണിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുമുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ അവരോടൊപ്പം നിൽക്കാനോ ഒന്നും കഴിയില്ല. ഈ ഷഹനാസിനെ പോലെയുള്ള, ഈ ലക്ഷ്മി പത്മയെ പോലെയുള്ള, അല്ലെങ്കിൽ ഹണി ഭാസ്കറിനെ പോലെയുള്ള അങ്ങനെയുള്ള സ്ത്രീകളോടൊപ്പം ഒന്നും ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അവരുടെ നിലപാടുകളോട് നിൽക്കാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും അവർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത്തരത്തിൽ പെരുമാറുമ്പോൾ, ഒരാളെ ലക്ഷ്യമിട്ടുകൊണ്ട് ക്രൂരമായി അയാളെ ആക്രമിക്കുമ്പോൾ പൊതുസമൂഹത്തിന് സംശയമുണ്ടാകുമെന്നും ആ പൊതുസമൂഹത്തിന് ഈ വേട്ടയാടലിന് വിധേയനാകുന്ന ആളോട് ഒരു സഹതാപ തരംഗമുണ്ടാകുമെന്നും വേട്ടക്കാരനോട് ഒരു രോഷമുണ്ടാകുമെന്നും വേട്ടക്കാരനെ സംശയദൃഷ്ടിയോടുകൂടി എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലാണോ വേട്ടയാടുന്നത് എന്നുള്ള ഒരു സംശയം വേട്ടക്കാരനോട് ഉണ്ടാകുമെന്നുള്ള ഒരു പൊതുബോധം, ഒരു സംശയം ജനങ്ങൾക്കുണ്ടാകും. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധി വളരെ ആശ്വാസജനകമാണ്. അത് എത്രത്തോളം രാഹുലിന് ഗുണം ചെയ്യുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.